Most respected or honorable leader, Janaab Khadamuddin Sahib, who inaugurated this auspicious occasion. വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കൾ, ദേശീയ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കൾ എല്ലാവരെയും അഭിസംബോധന ചെയ്തതായി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 2-ാം തീയതി കാസർഗോഡ് നിന്ന് നമ്മൾ തുടക്കം കുറിച്ചു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോട് ഇന്ന് സമാപിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പര്യടനം നടത്തുകയുണ്ടായി. കയറി ചെന്ന ജില്ലകളിലെല്ലാം തന്നെ ഹൃദ്യമായ സ്വീകരണവും വരവേൽപ്പുമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. കാരണം അവിടെയെല്ലാം ഞങ്ങൾക്ക് അവരോട് പറയാനുണ്ടായിരുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ശാന്തിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും വാക്കുകൾ മാത്രമായിരുന്നു. ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്ന അവരാകട്ടെ കാത്തിരുന്നതും ആ വാക്കുകൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് അവരുടെ എല്ലാം സന്തോഷം നിറഞ്ഞ മുഖഭാവങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത വിധത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള തനിമയും അതിനെ കാത്തു സൂക്ഷിക്കണം എന്നത് തന്നെയാണ് ഞങ്ങളോടൊപ്പം ചിലവഴിച്ച മറ്റു ജില്ലകളിലുള്ള ജീവിതത്തിൻ്റെ നാനാ തുറകളിലെയും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഞങ്ങളോട് തിരിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിം ലീഗിനെ അറിയാം. പതിറ്റാണ്ടുകളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ചരിത്രം ഞങ്ങൾ നോക്കി പഠിച്ചിട്ടുള്ളവരാണ്. അവർ പറഞ്ഞ വേറൊരു കാര്യം, മുസ്ലിം ലീഗിനെ ഞങ്ങളാരും ദൂരെ നിന്നല്ല കാണുന്നത്, മുസ്ലിം ലീഗിനെ വളരെ അടുത്തു നിന്നാണ് ഞങ്ങളെല്ലാവരും കാണുന്നത് എന്നാണ് പറയുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണത്. നമ്മളൊക്കെ വിചാരിച്ചത് മലബാറിലല്ല, നമ്മൾ തെക്കൻ കേരളത്തിലൊക്കെ പോകുമ്പോൾ. പക്ഷെ അവരും പറഞ്ഞതാണ്, മുസ്ലിം ലീഗിനെ ഞങ്ങൾ വളരെ അടുത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹോദര്യവും സൗഹാർദ്ദവും സഹവർത്തിത്വവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ ഏറ്റവും ഉത്തരവാദിത്തമുള്ള പാർട്ടി, ഏറ്റവും അർഹതയുള്ള പാർട്ടി അത് മുസ്ലിം ലീഗാണ് എന്നാണ് അത് പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ആശയങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നവരൊന്നും ആയിരുന്നില്ല. എന്നാൽ മുസ്ലിം ലീഗ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ അങ്ങനെ വിലയിരുത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാ കാലത്തും നമുക്ക് പറയാനുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിക്കുക. ചുവരെഴുത്തുകളിലൂടെ മാത്രമല്ല, വേദികളിലെ സ്റ്റേജും മൈക്കിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിക്കുക. അത് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി, 7 പതിറ്റാണ്ട് കാലമായി അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ നേതാക്കൾക്ക് നമ്മൾ നന്ദി പറയുക. അവരാണ് നമുക്ക് അടിത്തറ പാകി തന്നത്. മഹാനായ ഖാദമുദ്ദീൻ സാഹിബിയുടെ സൂചിപ്പിച്ചു, മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ആ ഒരു ഉദ്യമം
ഇന്ത്യയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘാടനം അതേത് വിധത്തിലായിരിക്കണം എന്ന് മഹാനായ ഖാലിദ് മില്ലത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ പാത ഖാലിദ് മില്ലത്തിൻ്റെ നാടായ തമിഴ്നാട്ടിൽ നിന്നും തൊട്ടിപ്പുറത്തുള്ള കേരള സംസ്ഥാനത്തിലെ ഏറനാട്ടിലെയും വെള്ളവനാട്ടിലെയും മലബാറിലെയും ന്യൂനപക്ഷ സമൂഹങ്ങൾ അത് ഏറ്റെടുത്തു. കേരളം മുഴുവനും അവരത് വ്യാപിപ്പിച്ചു. കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സംരക്ഷകരായി 7 പതിറ്റാണ്ട് കാലമായി ഇന്നും മുസ്ലിം ലീഗ് നിലകൊള്ളുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാലത്തും ഒരടി പോലും നമുക്ക് പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഉറച്ചു നിന്നു, നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പലരും ചില സമയങ്ങളിലൊക്കെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തിരുത്തിയിട്ടില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ ജയിലാണെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് നിലപാടുകളിൽ ഉറച്ചു നിന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അതിൻ്റെ നേതാക്കൾക്കും. ആ നിലപാടുകളിലെ വ്യക്തത തന്നെയാണ് ഈ കാലഘട്ടത്തിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പല കോണുകളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ തന്നെ നിലപാടുകൾ മാറണം എന്ന് പലരും പ്രചരിപ്പിക്കുന്നു, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു, അതിനുവേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്, നിരർത്ഥകമായ അത്തരം മുദ്രാവാക്യങ്ങളല്ല നമുക്ക് ആവശ്യം, അർത്ഥവത്തായ മുദ്രാവാക്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ആവശ്യമുള്ളത്. ഈ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ പാലക്കാട് ജില്ലയിലും പോയിരുന്നു. പാലക്കാട്ടേക്ക് എത്തുന്ന ഏതൊരാൾക്കും മഹാനായ ഖസാക്കിൻ്റെ ഇതിഹാസകാരൻ OB വിജയനെ ഓർമ്മിക്കാതിരിക്കാനാവില്ല. പാലക്കാട് വെച്ച് നമ്മൾ ഓർത്തതായിരുന്നു. വിജയൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുദ്രാവാക്യങ്ങൾക്ക് അർത്ഥമുണ്ടാകണം. കാരണം അർത്ഥവത്തായ മുദ്രാവാക്യങ്ങൾ ചരിത്രഗതി മാറ്റിയിട്ടുണ്ട് എന്ന് മഹാനായ OB വിജയൻ പറഞ്ഞത് അത് പക്ഷേ അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം എന്ന് ലീഗിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുസ്ലിം ലീഗ് അർത്ഥവത്തായ മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. അത് നടപ്പാക്കുവാനാണ് നമ്മൾ പരിശ്രമിച്ചത്. ആ പരിശ്രമങ്ങളുടെ ഫലമായി രാജ്യത്ത് തന്നെ ഏറ്റവും സമാധാനവും ശാന്തിയും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിച്ച ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുവാൻ സാധിച്ചു. ഒറ്റപ്പെട്ടു പോയിരുന്ന ന്യൂനപക്ഷ സമൂഹങ്ങൾ വിദ്യാഭ്യാസമില്ലാതെ മുഖ്യധാരയിൽ നിന്നും വളരെ അകന്നുപോയി, ദാരിദ്ര്യം അവരെ പിടികൂടി. അങ്ങനെ ഒരു ഭൂതകാലത്തിൽ നിന്നും ഇന്ന് കാണുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ പുരോഗതിയിലേക്കും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്കും സാമൂഹ്യമായിട്ടുള്ള മുഖ്യധാര നിലപാടുകളിലേക്കും ന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ മഹാനായ ഖാലിദ് മില്ലത്തിൻ്റെ പ്രസ്ഥാനം, മഹാനായ വാഫക്കി തങ്ങളിലൂടെ, CH-യിലൂടെ, എൻ്റെ പിതാവ് പൂക്കോയ തങ്ങളിലൂടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൂടെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഈ നഗരം, അവരിലൂടെയൊക്കെ തന്നെ കാലങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ് ഈ ഹരിത രാഷ്ട്രീയ സംഘാടനം. ഇന്ന് കോഴിക്കോട് രാവിലെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾക്ക് കൂടിയിരിക്കുവാൻ സാധിച്ചു. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട കവി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചേ സംസാരിച്ചുള്ളൂ. ശാരീരികമായിട്ടുള്ള അവസ്ഥകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 3-4 വരികളിലുള്ള സംസാരത്തിൽ പോലും അദ്ദേഹം ഒരുപാട് തവണ ആവർത്തിച്ചു, ഹരിത കമ്പളം, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഹരിത
ഛായയാണ്, ഹരിതാഭയാണ്. എല്ലാവരും നല്ല കാര്യങ്ങൾക്കൊക്കെ അതാണ് പറയുന്നത്. ഹരിതാഭ സമൂഹത്തിൽ, രാജ്യത്തിൽ, പ്രകൃതിക്ക് ഒക്കെ തന്നെ അത് ആവശ്യമാണ്. അത് ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും എല്ലാം പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സാമൂഹ്യമായിട്ടുള്ള ചലനങ്ങളെയും നമുക്ക് വീക്ഷിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിലവിലിരിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഈ തീരഭൂമിയിൽ അവിടെ ചിലരൊക്കെ ആ തീരത്തിരുന്നു കൊണ്ട് കല്ലെറിയുകയാണ്, ഓളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വെറുപ്പിൻ്റെ ഓളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, വിദ്വേഷത്തിൻ്റെ ഓളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് അവിടെയായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കതിനെ വളരുവാൻ അനുവദിച്ചില്ല. ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അഭിമുഖീകരിച്ചവർ നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ആ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ അപശബ്ദങ്ങളെ ആവർത്തിക്കുവാൻ അനുവദിച്ചുകൂടാ. അതിനെന്താണ് മാർഗം? ആ കൂടിക്കാഴ്ചയിൽ ആ മാർഗങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ്. അതിൻ്റെ മാർഗം മറ്റൊന്നുമല്ല, അത് മനുഷ്യത്വവും മനുഷ്യസ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷവും നമ്മളെല്ലാവരും മതവിശ്വാസികളാണ്. ആ മതവിശ്വാസികൾ ആ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഏറെ ലക്ഷ്യം വെക്കേണ്ടത് ആ മതമൂല്യങ്ങൾ, ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെയും കരുണയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ദയയുടെയും ദുർബല സമൂഹത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെയും എല്ലാം മൂല്യങ്ങളെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ആരാധനകളും അനുഷ്ഠാനങ്ങളും അതോരോ മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്നാൽ അത് മാത്രമാണ് മതം എന്ന് ചിന്തിക്കാതെ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നതോടൊപ്പം മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങളുണ്ട്, മനുഷ്യ സ്നേഹത്തിൻ്റെ മൂല്യങ്ങളുണ്ട്. അത് സമാനമാണ്. എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും മൂല്യങ്ങൾ അത് പരസ്പര പൂരകമാണ്. അത് പക്ഷെ നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് പലരും സംശയം പ്രകടിപ്പിച്ചത്. ആ മൂല്യങ്ങളെ മാറ്റി നിർത്തി മതങ്ങളെ വാദത്തിൻ്റെയും വാദപ്രതിവാദത്തിൻ്റെയും ഇടനിലങ്ങളാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള തിരുത്താണ് നമുക്ക് ആവശ്യം. വാദത്തിൻ്റെയും വാദപ്രതിവാദത്തിൻ്റെയും തുരുത്തുകളല്ല മതങ്ങൾ. സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും തുരുത്തുകളാണ് മതങ്ങൾ. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളിപ്പറയുവാൻ, അധിക്ഷേപിക്കുവാൻ പഠിപ്പിക്കുന്നില്ല. മറിച്ച് പരസ്പരം ഉൾക്കൊള്ളാനാണ്, എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊള്ളുവാനാണ്, അത് നിലനിർത്തുവാനാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വിദ്യാഭ്യാസം ഏറെയുണ്ട്. പലരും അതാണ് അവിടെ സംശയം പ്രകടിപ്പിച്ചത്. വലിയ വിദ്യാഭ്യാസ വിമർശനന്മാരുണ്ട്, ഉദ്യോഗതലങ്ങളിൽ മുന്നേറിയവരുണ്ട്. അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, മതപരമായിട്ടുള്ള മൂല്യങ്ങളെപ്പറ്റി പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടണം എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് ഓരോ മതവും വ്യത്യസ്തമായി വ്യതിരിക്തമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അവരുടെ അനുയായികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും എല്ലാ മതങ്ങളെയും എല്ലാ മതമൂല്യങ്ങളെയും പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. പരസ്പരം അറിയാൻ സാധിച്ചാൽ അവിടെ വിദ്വേഷം വഴിമാറിപ്പോകും, വെറുപ്പ് വഴിമാറിപ്പോകും. ഇന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. ജലാലുദ്ദീൻ റൂമി രസകരമായിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ. ഭിന്നഭാഷക്കാരായ 4 നാടോടികൾ അവരിങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ
സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവർക്ക് വേറൊരു നാടോടി ഒന്ന് കുറച്ച് പൈസ കൊടുത്തു. ഈ 4 പേരും ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണം എന്ന് വാശിയും തർക്കവും. ഒരാൾ പറഞ്ഞു, പേർഷ്യക്കാരനായ ഒരു 4 ഭാഷക്കാരാണ്. പേർഷ്യക്കാരനായ ഒരാൾ പറഞ്ഞു, എനിക്കിത് കൊണ്ട് അങ്കൂർ വേണം. അറബി പറഞ്ഞു, എനിക്കിതുകൊണ്ട് ഇനബ് വേണം. ഗ്രീക്കുകാരനായ ആളോട് പറഞ്ഞു, എനിക്കിതുകൊണ്ട് അസ്സഫീൽ വേണം. തുർക്കിക്കാരനായ ആളോട് പറഞ്ഞു, എനിക്കിതുകൊണ്ട് ഉസും വേണം. അങ്ങനെ ഒരു തർക്കമായി. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ജ്ഞാനിയായ ഒരാൾ അവിടേക്ക് വരികയാണ്. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തർക്കം കൂടുന്നു? അപ്പോൾ ഇവർ പറഞ്ഞു, കുറച്ച് പൈസ കിട്ടും, ഞങ്ങൾക്ക് ഇതൊക്കെ എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറയും. ജ്ഞാനി പറഞ്ഞുള്ള പൈസ തരും. അദ്ദേഹം ഒരു പൈസ വാങ്ങി തൊട്ടടുത്ത പഴക്കടയിൽ പോയി കുറച്ച് മുന്തിരി വാങ്ങിച്ചു കൊടുത്തു. മുന്തിരി കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും 4 ഭാഷകളിൽ ആവശ്യപ്പെട്ടത് മുന്തിരി വേണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അറിവില്ലാത്തതിൻ്റെ പേരിൽ, പരസ്പരം അറിയാത്തതിൻ്റെ പേരിൽ തർക്കിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉള്ളത്. അപ്പോൾ അത് മാറ്റാൻ പരസ്പരം അറിയുക എന്ന വളരെ നിർമ്മലമായ, വളരെ എളുപ്പമുള്ള മാർഗം, ആ മാർഗം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇളം തലമുറ തൊട്ട് തന്നെ മതപരമായിട്ടുള്ള മൂല്യങ്ങളെ നിർബന്ധമായും പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ പഠിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐക്യത്തെ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയും. ഒരു മതവും തൻ്റെ വിശ്വാസത്തിന് എതിരല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ തെറ്റിദ്ധാരണയാണ്. ചെറുതിനേക്കാൾ മേലെയാണ്, ചെറുതിന് കുറേ കഴിവുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നു. എന്നാൽ എല്ലാ മൂല്യങ്ങളും സമാനമാണ് എന്നറിവ് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അവിടെ സൗഹൃദവും സഹിഷ്ണുതയും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും. ഈ യാത്രയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ബാബരി മസ്ജിദ് തകർന്ന വേളയിൽ അന്ന് എല്ലാവരും വളരെ ദുഃഖത്തിലായിരുന്നു. ഉത്തരേന്ത്യയൊക്കെ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കേരളത്തിൽ അതിനെ നമുക്ക് കാത്തുരക്ഷിക്കാൻ കഴിയും. കേരളത്തിലേക്ക് ആ അഗ്നിസ്ഫുലിംഗങ്ങൾ കടന്നു വരാൻ, അതിനെ തടഞ്ഞു നിർത്താൻ തയ്യാറായത് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ആ സമയത്തെ ഇടപെടലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മസംയമനം പാലിക്കാൻ തന്നെ അദ്ദേഹം പറഞ്ഞു. മൃദുലമായ ഭാഷയിലാണ് സംസാരിച്ചത്. അന്ന് സ്റ്റേജ് കെട്ടിയും പ്രകടനങ്ങളും നടത്തിയൊക്കെ സമൂഹത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ കടന്നുപോയ പലരുണ്ടായിരുന്നു. ഇനിയും എന്തിന് കാത്തിരിക്കണം, ആയുധങ്ങൾ എടുക്കണം, പകവീട്ടണം, തെരുവുകളിൽ ഏറ്റുമുട്ടണം എന്നൊക്കെ പറഞ്ഞവരോടാണ് ശിഹാബ്ദങ്ങൾ പറഞ്ഞത്. സമാധാനമായി ഇരിക്കുക, സംയമനത്തോടെ കാര്യങ്ങളെ കാണുക. കേരളീയ സമൂഹം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ശിഹാബ്ദങ്ങൾക്ക് അതിനുള്ള ധൈര്യം കൊടുത്തത് ആരാണ്? ആ ചിന്തകൾ അദ്ദേഹത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഇസ്ലാമികമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഒന്നാമത് തന്നെയാണ്. രണ്ടാമത് ആ സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശീലങ്ങൾ, അതാണ് ശിഹാബ് തങ്ങളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ആയുധവിരുദ്ധം വാസത്തുകളും സ്വീകരിച്ചുമില്ല കാണിച്ചു കൊടുത്ത മാർഗങ്ങൾ. ശിഹാബ് തങ്ങളുടെ കാലത്ത് ആ മഹാന്മാരായ നേതാക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മൺമറഞ്ഞു പോയിരുന്നു. പക്ഷേ അവരൊക്കെ അവശേഷിപ്പിച്ച മൂല്യങ്ങൾ അദ്ദേഹത്തിന് കാണാൻ പാഠമായി. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഭൂമിക സജീവമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച നേതാക്കൾ ഒരു പലരും അതിലുണ്ട്. സാഹിബുണ്ട്, മറ്റു നേതാക്കളൊക്കെ.
അന്ന് മുസ്ലിം ലീഗ് അത് ഏറ്റെടുത്തു. ശിഹാബ് തങ്ങളുടെ ആ ഒരു ആഹ്വാനം മുസ്ലിം ലീഗ് മാത്രമല്ല ഏറ്റെടുത്തത്, മുസ്ലിം സമുദായം, കേരളീയ സമൂഹം അത് ഏറ്റെടുത്തപ്പോൾ ഇന്ന് അത്ഭുതത്തോടെയാണ് എല്ലാവരും അത് ഓർമ്മിച്ചെടുക്കുന്നത്. കേരളം കത്താതെ ഇവിടെ സമാധാനത്തോടെ കേരളത്തെ പിടിച്ചു നിർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം, ആ പാരമ്പര്യം തന്നെയാണ് നമുക്ക് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരളത്തെ പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർക്ക് മുന്നറിയിപ്പാണിത്. നമ്മൾ ഒന്നാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. മതപരമായി നമ്മൾ വ്യത്യസ്തരാകാം, പക്ഷേ മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എല്ലാ എതിരായ്മകളെയും പ്രതിരോധിക്കുവാനുള്ള മാർഗം എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അത് നിറവേറ്റാൻ അന്നുണ്ടായിരുന്ന ശ്യാം തങ്ങളുടെ അനുയായികൾ തന്നെ ഇന്നും ഇവിടെ ഇരിക്കുന്ന നേതാക്കൾ, മുഹമ്മദ് സാഹിബും വഹാബ് സാഹിബും ബഷീർ സാഹിബും സമുദായി സാഹിബും മറ്റേ ഇസ്ലാം സാഹിബ് തുടങ്ങിയ എല്ലാവരും എടുത്തു പറയുന്നത്, അവരെല്ലാവരും ആ ദൗത്യമാണ് മുസ്ലിം ലീഗിൻ്റെ മൺമറഞ്ഞ നേതാക്കൾ അവർ നമുക്ക് കാണിച്ചു തന്ന ദൗത്യം. അത് പുതിയ കാലഘട്ടത്തിലും നമുക്ക് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴേ കാലത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാലത്തിന് നമ്മെ പുറകോട്ട് വലിക്കാൻ, മൂല്യങ്ങളിൽ നമ്മൾ പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു യാത്രയാണ്, ഒരു പര്യടനമാണ് ഞങ്ങൾ നടത്തിയത്. അത് വലിയ വിജയമാണ് എന്ന് തെളിയിക്കുന്നതാണ് വലിയ പുരുഷാരെന്ന് പറയുമ്പോൾ സ്ത്രീകൾ വിഷമിക്കേണ്ട. പുരുഷാരെന്ന് പറയും സ്ത്രീകളും പുരുഷന്മാരും ഇറക്കപ്പെടും. ഞങ്ങൾക്ക് ഏറ്റവും ആവേശം പകർന്നത് പോയ സ്ഥലങ്ങളിലൊക്കെ പകുതിയും സ്ത്രീകളായിരുന്നു, വനിതകളായിരുന്നു. മിക്കവാറും ഹാളുകളിലാണ്, ആ ഹാളുകളിൽ പകുതി സീറ്റും വനിതകൾ നിറഞ്ഞത്. ഈ കോഴിക്കോട് ബീച്ചിലെ ഈ വേദിയും വനിതകൾ ഞങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ടിരിക്കും. ആയിരവില്ലത്തിനും ബാഫഗീതങ്ങൾക്കും CHനും ഉപയാതങ്ങൾക്കും ഒക്കെ ആവേശം പകർന്നു ആ കാലഘട്ടത്തിലെ സഹോദരിമാരും ഉമ്മമാരും ഒക്കെ ആയിരുന്നു. അത് പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരും അത് ഏറ്റെടുത്തതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം നേടിയാൽ മുസ്ലിം ലീഗിൽ നിൽക്കാൻ പെണ്ണുങ്ങളെ കിട്ടുകയില്ല എന്ന് സ്വപ്നം കണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും ഇന്ന് ഇല്ലാത്തത് നന്നായി. വിദ്യാഭ്യാസം കൂടുതോറും മുസ്ലിം ലീഗിൻ്റെ ആവശ്യകതയും മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകതകളും പുതിയ തലമുറ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പുതിയ കാലഘട്ടത്തിന് പുതിയ നിർവചനം, സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ നിർവചനം സമ്മാനിച്ചുകൊണ്ടാണ് ഈ പര്യടനം ഞങ്ങൾക്ക് സമാപിക്കുവാൻ സാധിച്ചത്. അൽഹംദുലില്ലാ, അല്ലാഹു നന്ദി പറയുന്നു. തുടർന്നും നമുക്കിതൊക്കെ നടപ്പാക്കണം. താഴെത്തട്ടിലേക്ക് കൂടി ഇത് വ്യാപിക്കണം. നമ്മൾ ജില്ലാതലത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മണ്ഡലം തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, നാട്ടിൻപുറങ്ങളിൽ എല്ലാം തന്നെ ഇത് കൂടുതൽ ശക്തമായി നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പ്രവൃത്തികളൊക്കെ സംസ്ഥാന കമ്മിറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നടപ്പാക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സമർപ്പിക്കുകയാണ്. ഇതൊരു പരിശ്രമമായിരുന്നു. പൂർവികർ കാട്ടിയ വഴികളെ അനുധാവനം ചെയ്ത് സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ് കുറെ നല്ല മനുഷ്യരുമായി കൂടിയിരുന്ന് കടന്നു വന്ന ഈ ഉമ്മത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സമാദരണീയനായ ഖാദർ മൊയ്തീൻ സാഹിബിന്റെ വാക്കുകൾ പോലെ ഇമാമെ ഹിന്ദ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സ്നേഹോപഹാരം ഇവിടെ സമർപ്പിക്കുകയാണ്.
സ്വതന്ത്ര ഭാരതത്തിൽ ആരാലും അവഗണിക്കപ്പെട്ടുപോയ ന്യൂനപക്ഷ സമുദായത്തെ സംഘം ചേർന്ന് ശക്തരാക്കി അധികാര രാഷ്ട്രീയത്തിന്റെ നിർമ്മാണതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വർത്തമാനകാല നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ച സുഹൃത്ത് സന്ദേശ ജില്ലാ സംഗമങ്ങളുടെ സമാപന വേദിയുടെ അഭിസംബോധന ചെയ്യുകയാണ് ഈ ഉമ്മത്തിന്റെ നായകൻ ഇമാം ഹിന്ദ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പൂക്കോയ തങ്ങളുടെ പഞ്ചനക്ഷത്രങ്ങളിൽ 4-മൻ 14 ജില്ലകളിലും മാനവൈക്യത്തിന്റെ മഹിത സന്ദേശവുമായി പുതുചരിതം രചിച്ച് കടന്നു വന്ന ഉമ്മത്തിന്റെ നായകൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സമാപന സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. From Kasaragod to this valedictory function of the journey. This journey should be historically described as the journey of harmony. This journey of harmony has been done, performed by our great leader, Sayyid Sadiq Ali Shihab Tangal. Sayyid Sadiq Ali in India. I have been following as a simple Muslim League worker from the days of Qaid-e-Millat Muhammad Ismail Sahib. After him, the great Abdur Rahman Bafaki Tangal, I used to attend the meeting and listen to his speeches. I have studied only about the great spiritual mentor Pukoya Tangal. Starting from our great late lamented leader Sayyid Muhammad Ali Shihab Tangal. After him is great brother Sayyid Haidar Ali Shihab Tangal. After him, the great traditional leader, spiritual mentor, the political guru of Indian Union Muslim League, who is seated here. I congratulated the very first that Sayyid Sadiq Ali Shihab Tangal has taken this unique initiative in Kerala. The journey of harmony that he started from Kasaragod, ending today in Calicut. Through that journey, he has not only conducted the journey of harmony, in reality, he has pierced, entered into